ഹായ് മക്കളെ, വെൽക്കം ടു ക്ലാസ് ഓറ. ഞാൻ നിങ്ങളുടെ സ്വന്തം ടീച്ചർ. ഇന്ന് നമ്മൾ 5ാമത്തെ ചാപ്റ്ററിൻ്റെ കണ്ടിന്യൂറ്റി എന്ന ടോപ്പിക്ക് തീർന്ന് ഡിഫറൻഷ്യബിലിറ്റിയിലേക്ക് കിടക്കുവാണ്. ഡിഫറൻഷ്യബിലിറ്റി നിങ്ങൾ +1 പഠിച്ചിട്ടുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ചാപ്റ്ററാണ്. നമുക്ക് കാൽക്കുലസിനകത്ത് 5 ചാപ്റ്ററുകളുടെ കണ്ടിന്യൂവേഷനാണ് ഡെറിവേറ്റീവ്. അപ്പം അതിനകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഫോർമുലാസും പ്രോഡക്റ്റ് റൂളും ചെയിൻ റൂളും ഒക്കെ നിങ്ങൾ +1 പഠിച്ചു. അതെല്ലാം നമുക്ക് ഒരു ഇൻട്രഡക്ഷനായിട്ട് ഒന്നുകൂടെ റിവൈസ് ചെയ്തിട്ട് വേണം ഈ വർഷത്തെ ടോപ്പിക്കിലേക്ക് കിടക്കാനായിട്ട്. എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചത്? ആദ്യത്തെ കുറേ ഇക്വേഷൻസ് പഠിച്ചു. ഇക്വേഷൻസ് എല്ലാം നമ്മളിവിടെ തന്നിട്ടുണ്ട്. ആ ഇക്വേഷൻസ് എല്ലാം നിങ്ങൾ നല്ല ഭംഗിയായിട്ട് എഴുതുക. ഒരു വൈറ്റ് പേപ്പറിലേക്ക് എഴുതി നിങ്ങൾ എവിടെയാണോ പഠിക്കാനിരിക്കുന്നത് അതിൻ്റെ മുകളിൽ ഒട്ടിച്ചു വയ്ക്കുക. അത് എല്ലാ ദിവസവും നമ്മളൊരു 5 പ്രാവശ്യം വായിച്ച് പഠിക്കുക, ഒരു പ്രാവശ്യം എഴുതി നോക്കുക. അങ്ങനെ നമ്മൾ ഒരു 10-20 ദിവസം ഇത് റിപ്പീറ്റ് ചെയ്ത് കഴിയുമ്പോഴേക്കും നമുക്ക് ആ ഇക്വേഷൻസ് നല്ല ഭംഗിയായിട്ട് പഠിക്കാൻ പറ്റും. അങ്ങനെ പഠിച്ചു കഴിയുമ്പോഴേക്കും മാത്രമാണ് നമ്മൾ ഡെറിവേറ്റീവിലേക്ക് അതിൻ്റെ പ്രോബ്ലംസ് ചെയ്താൽ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങൾ ഇക്വേഷൻ പഠിക്കാതെ ഈ ചാപ്റ്റർ പഠിക്കാൻ പോയാൽ 10 മണിക്കൂർ വേണമെങ്കിൽ പഠിക്കണം. അതേസമയം നമ്മൾ ഇക്വേഷൻ നന്നായിട്ട് പഠിച്ചിട്ടാണ് ഈ ചാപ്റ്റർ പഠിക്കണമെങ്കിൽ 10 എന്നുള്ളത് നമുക്ക് വെറും 2 മണിക്കൂർ കൊണ്ട് ഈ ചാപ്റ്റർ പഠിച്ചു തീർക്കാം. നല്ല ഭംഗിയായിട്ട് ഏത് ക്വസ്റ്റ്യൻ വന്നാലും എഴുതാൻ പാകത്തിന്. അപ്പോൾ ഇക്വേഷൻസൊക്കെ ക്ലാസ്സിലാണെങ്കിൽ നമുക്ക് ചോദിച്ചൊക്കെ കുട്ടികളോട് പഠിക്കുക. ഇവിടെ ഇപ്പോൾ അത് പറ്റത്തില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഇക്വേഷൻ പഠിക്കുക എന്നുള്ളത് ഈ ചാപ്റ്ററിൻ്റെ ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ആദ്യമേ നമ്മൾ മനസ്സിലാക്കുക. എന്നിട്ട് ഇക്വേഷൻസ് നന്നായിട്ട് പഠിക്കുക. എന്നിട്ട് മാത്രമേ ടീച്ചറിൻ്റെ വീഡിയോസ് കാണാൻ നോക്കാൻ പോകുള്ളൂ. എങ്കിൽ മാത്രമേ അത് ക്ലിയർ ആയിട്ട് മനസ്സിലാവുള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാ ദിവസവും നിങ്ങൾ എഴുതി പഠിക്കണം. എന്നിട്ട് നിങ്ങളെ വീട്ടിലുള്ളവരോടൊന്ന് ചോദിക്കാൻ പറയുക, അല്ലെങ്കിൽ നിങ്ങൾ അവരോടൊന്ന് ചോദിക്കുക. ഇതൊക്കെ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഇക്വേഷൻ നല്ല ക്ലിയർ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ നമ്മൾ പ്രോബ്ലം ചെയ്യാനെടുത്താൽ എളുപ്പമാണ്. നമ്മൾ +1 പഠിച്ച കുറച്ച് ഇക്വേഷൻസ്, ബേസിക് ആയിട്ടുള്ള ഫോർമുല വെച്ചുള്ള ഇക്വേഷൻസ് നമുക്ക് ഈ വർഷം ആവശ്യമാണ്. അപ്പോൾ അത് ആദ്യം ഇൻട്രഡക്ഷനായിട്ട് നമുക്ക് എടുത്തിട്ട് ടോപ്പിക്കിലേക്ക് പോകാം. ഫസ്റ്റ് വൺ, നിങ്ങൾ 1ാമത്തെ ഇക്വേഷൻ പഠിച്ച് ഒരു കോൺസ്റ്റൻറ്റിൻ്റെ ഡെറിവേറ്റീവ് d/dx ഓഫ് കോൺസ്റ്റൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? 0. ഒരു കോൺസ്റ്റൻറ്റിൻ്റെ ഡെറിവേറ്റീവ് എടുത്താൽ അത് 0 ആണെന്ന് നമ്മൾ പഠിച്ചേക്കണം. നമുക്ക് ഏതൊക്കെയാണ് വേരിയബിൾ വരുന്നത്? എക്സ്, വൈ, ഇസഡ്, അതെല്ലാം വേരിയബിളാണ്. സാധാരണ നമ്മൾ കോൺസ്റ്റൻ്റ് ആയിട്ട് എടുക്കുന്നത് എ, ബി, സി അങ്ങനെയുള്ള ഒക്കെ കോൺസ്റ്റൻ്റാണ്. പിന്നെ നമ്പർ സിസ്റ്റം, നമ്പർ എല്ലാം കോൺസ്റ്റൻ്റാണ്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ കോൺസ്റ്റൻറ്റുകളാണ്. അങ്ങനെ ഒരു കോൺസ്റ്റൻറ്റ് ഒറ്റയ്ക്ക് നിന്നാൽ അതിൻ്റെ ഡെറിവേറ്റീവ് എപ്പോഴും എന്തായിരിക്കും? 0 ആയിരിക്കും. അതിനൊരു തർക്കമില്ലാത്ത കാര്യമാണ്. ഡെറിവേറ്റീവ് എപ്പോഴും എന്തായിരിക്കും? 0 ആയിരിക്കും. ഫോർ എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഡെറിവേറ്റീവ് ഓഫ് കോൺസ്റ്റൻറ്റ് ഈക്വൽ ടു 0. അങ്ങനെയാണെങ്കിൽ d/dx ഓഫ് എ എന്ന് പറഞ്ഞാൽ 0 ആയിരിക്കും. അതൊരു കോൺസ്റ്റൻ്റ് ആണ്. d/dx ഓഫ് a² ഒരു കോൺസ്റ്റൻ്റ് ആണ്. അതിൻ്റെ ഡെറിവേറ്റീവ് 0 ആയിരിക്കും. d/dx ഓഫ് b² ഡെറിവേറ്റീവ് 0 ആണ്. d/dx ഓഫ് 1/a² ഡെറിവേറ്റീവ് 0 ആണ്. d/dx ഓഫ് 1/ab ഡെറിവേറ്റീവ് 0 ആണ്. ഒരു കോൺസ്റ്റൻറ്റിൻ്റെ ഡെറിവേറ്റീവ് എല്ലാം ഇപ്പോഴും എന്തായിരിക്കും? 0 ആയിരിക്കും. അതിനൊരിക്കലും മാറ്റം വരുന്നില്ല. നമ്പറുകളെല്ലാം കോൺസ്റ്റൻ്റ് ആണെന്ന് ഓൾറെഡി അറിയാം. d/dx ഓഫ് 4 ആണ് കോൺസ്റ്റൻ്റ് ആണ്, 0 ആണ്. അപ്പോൾ നമ്പറുകളെല്ലാം 0 ആണ്. അതുപോലെ ABCD എന്ന് പറഞ്ഞ ലെറ്റേഴ്സ് എപ്പോഴും കോൺസ്റ്റൻ്റ് ആണ്, അത് 0 ആണ്. ആ ലെറ്റേഴ്സ് ഏതൊരു പോളിനോമിയൽ ഫംഗ്ഷൻ്റെ കൂടെയോ ട്രിഗണോമെട്രിയുടെ കൂടെയോ ലോഗരിതത്തിൻ്റെ കൂടെയൊക്കെ വന്നു കഴിഞ്ഞാൽ അപ്പോഴും അതെന്തായിപ്പോയി? കോൺസ്റ്റൻ്റ് ആയിപ്പോയി. ഫോർ എക്സാമ്പിൾ d/dx ഓഫ് സൈൻ എന്ന് പറഞ്ഞൊരു കോൺസ്റ്റൻ്റാണ് 0. d/dx ഓഫ് √a കോൺസ്റ്റൻ്റ് ആണ് 0. d/dx ഓഫ് a⁻b കോൺസ്റ്റൻ്റ് ആണ് 0. ഇതെല്ലാം നമുക്ക് കോൺസ്റ്റൻറ്റുകളാണ്. ആ കോൺസ്റ്റൻറ്റിൻ്റെ എല്ലാം ഡെറിവേറ്റീവ് എപ്പോഴും അത് ഒറ്റയ്ക്ക് നിന്നാൽ എന്തായിരിക്കും? 0 ആയിരിക്കും. ഇതാണ് നമ്മുടെ 1ാമത്തെ ബേസിക് കാര്യം എന്ന് പറഞ്ഞത്. സെക്കൻഡ് വൺ നമ്മൾ പറഞ്ഞത് d/dx ഓഫ് ax + b. ഒരു കോൺസ്റ്റൻറ്റിൻ്റെ കൂടെ ഒരു വേരിയബിളും കൂടെ വരുവാന്ന് വെച്ചോ.
എ എസ് പ്ലസ് ബിയുടെ രൂപത്തിൽ നിൽക്കുന്നതിൻ്റെ ഡെറിവേറ്റീവ് ഇതിവിടെ ഒരു കോൺസ്റ്റൻ്റ് ആണ്. പക്ഷേ ഈ ഒരു കോൺസ്റ്റൻറ്റിൻ്റെ കൂടെ എന്തുണ്ട്? ഒരു വേരിയബിൾ ഉണ്ട്. അങ്ങനെ വന്നു കഴിയുമ്പോൾ നമ്മൾ ആ കോൺസ്റ്റൻറ്റിനെ അവിടെ നിർത്തിയിട്ട് ആ വേരിയബിളിൻ്റെ മാത്രം ഡെറിവേറ്റീവ് എടുക്കാം. ഡി ബൈ ഡി എക്സ് എന്ന് പറഞ്ഞാൽ അതെന്താ? 1 അല്ലേ? അതായത് ഡി എക്സ് ഡിവൈഡഡ് ബൈ എക്സ് എന്ന് പറഞ്ഞാൽ 1 അത് നമുക്കറിയാം. അപ്പോൾ എ വരും. ഇനി ബി എന്ന് പറഞ്ഞാൽ ഒറ്റയ്ക്ക് നിൽക്കുന്ന കോൺസ്റ്റൻറ്റാണ്. അപ്പോൾ അതിൻ്റെ ഡെറിവേറ്റീവ് എന്താ? 0 വരും. അപ്പോൾ നമുക്ക് ആൻസർ എന്ത് വരും? എ വരും. ഇതാണ് രണ്ടാമത്തെ കാര്യം പറയുന്നത്. അടുത്ത അനദർ എക്സാമ്പിൾ നോക്കാം. ഡി ബൈ ഡി എക്സ് ഓഫ് 4x + 3 ആണെന്ന് വെച്ചോ. അപ്പോൾ 4 എന്ന് പറഞ്ഞൊരു കോൺസ്റ്റൻ്റ് ആണ്, എക്സ് വേരിയബിൾ ആണ്. അപ്പോൾ 4നെ അവിടെ നിർത്തി എക്സിൻ്റെ ഡെറിവേറ്റീവ് 1, ഈ കോൺസ്റ്റൻറ്റിൻ്റെ ഡെറിവേറ്റീവ് എന്തായിരിക്കും? 0 ആയിരിക്കും. അതായത് ഒരു കോൺസ്റ്റൻറ്റും ഒരു വേരിയബിളും കൂടെ വന്നാൽ ആ കോൺസ്റ്റൻറ്റിനെ അവിടെ നിർത്തിയിട്ട് ഏതിൻ്റെ മാത്രം ഡെറിവേറ്റീവ് ആയിരിക്കും? വേരിയബിളിൻ്റെ മാത്രം ഡെറിവേറ്റീവായി എടുക്കാമുള്ളൂ. അതേസമയം ഒരു കോൺസ്റ്റൻറ്റ് മാത്രം വന്നാൽ അതിൻ്റെ ഡെറിവേറ്റീവ് എപ്പോഴും എന്തായിരിക്കും? 0 ആയിരിക്കും. അതായത് ഒരു കോൺസ്റ്റൻറ്റും ഒരു വേരിയബിളും കൂടെ വന്നാൽ ആ കോൺസ്റ്റൻറ്റിനെ അവിടെ നിർത്തിയിട്ട് വേരിയബിളിൻ്റെ മാത്രം ഡെറിവേറ്റീവ് എടുക്കണം. അതേസമയം ഒരു കോൺസ്റ്റൻറ്റ് മാത്രമാണെങ്കിലോ അതെപ്പോഴും എന്തായിരിക്കും? 0 ആയിരിക്കും. ദെൻ അനദർ എക്സാമ്പിൾ ഡി ബൈ ഡി എക്സ് ഓഫ് 4 tan x ആണെന്ന് വെച്ചോ. 4 tan x എന്ന് പറയുമ്പോൾ നമ്മൾ 4 അവിടെ കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ 4നെ അവിടെ നിർത്തി tan xൻ്റെ ഡെറിവേറ്റീവ് നമ്മൾ പഠിച്ചിട്ടുണ്ട് c²x. എപ്പോഴും ഇക്വേഷൻ നമ്മൾ പഠിക്കുന്നതിൻ്റെ മുകളിൽ വലുതായിട്ട് എഴുതി വെക്കണം. എല്ലാ ദിവസവും നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന അതേപോലെ തന്നെ ഇക്വേഷൻ പഠിക്കുക എന്നുള്ളത് നമ്മുടെ ഒരു ശീലമായി എടുക്കണം കേട്ടോ. അത് അങ്ങനെ പഠിച്ചാൽ നമുക്ക് ഒരു ചാപ്റ്റർ അല്ല, അങ്ങോട്ട് വരുന്ന എല്ലാ ചാപ്റ്ററിലും നമുക്ക് എളുപ്പമാണ്. അന്നേരം നമുക്ക് ബുദ്ധിമുട്ടില്ല. അപ്പോൾ tan xൻ്റെ ഡെറിവേറ്റീവ് നമുക്കറിയാം c²x. അപ്പോൾ 4 × c²x വരും. അനദർ എക്സാമ്പിൾ ഡി ബൈ ഡി എക്സ് ഓഫ് 5s² ആണെന്ന് വെച്ചോ. അപ്പോൾ 5 അവിടെ കോൺസ്റ്റൻ്റ് ആണ്. ഈ s²ൻ്റെ ഡെറിവേറ്റീവ് എന്ത് വരും? കഴിഞ്ഞ വർഷം പഠിച്ചാണ്. ഡി ബൈ ഡി എക്സ് ഓഫ് s² എന്ന് പറഞ്ഞാൽ 2x ആണ്, നമുക്കറിയാവുന്ന കാര്യമാണ്. അപ്പോൾ അതിൻ്റെ ഡെറിവേറ്റീവ് 2x ആണ്. അപ്പോൾ ആൻസർ ഈസ് 10x വരും. ക്ലിയർ ആയില്ലേ? അപ്പോൾ ഏതൊരു കോൺസ്റ്റൻറ്റും ഒരു വേരിയബിളും കൂടെ നിന്നാൽ ആ കോൺസ്റ്റൻറ്റിനെ അവിടെ നിർത്തിയിട്ട് എന്തിൻ്റെ ഡെറിവേറ്റീവ് മാത്രമേ എടുക്കാമുള്ളൂ? വേരിയബിളിൻ്റെ മാത്രം ഡെറിവേറ്റീവ് നമുക്ക് എടുക്കാമുള്ളൂ. ഓക്കെ, ക്ലിയർ ആയല്ലോ? അതേസമയം ഒരു കോൺസ്റ്റൻറ്റ് മാത്രം നിന്നാൽ അതിൻ്റെ ഡെറിവേറ്റീവ് എപ്പോഴും എന്തായിരിക്കും? 0 ആയിരിക്കും. ഇനി അനദർ മൂന്നാമത്തെ നോക്കാം. ഡി ബൈ ഡി എക്സ് ഓഫ് x⁻n എന്ന് പറഞ്ഞാൽ n × x⁻n−1 ആണ്. x⁻n-ൻ്റെ ഡെറിവേറ്റീവ് n × x⁻n−1 ആണ്. അങ്ങനെയാണെങ്കിൽ ഡി ബൈ ഡി എക്സ് ഓഫ് x⁻³ എന്തായിരിക്കും? ഇപ്പോൾ കണ്ടോ, x⁻n എന്ന് പറയുമ്പോൾ ഈ n നേരെ ഇപ്പുറത്തേക്ക് വന്നു. n × x⁻, ഇവിടെ എന്താണോ പവർ വരുന്നത് അതിനേക്കാൾ ഒരു നമ്പർ കുറയും. അപ്പോൾ ഇവിടെ വരുമ്പോൾ ഈ 3 നേരെ ഇപ്പുറത്തേക്ക് പോകും. അപ്പോൾ 3 × x⁻² വരും. ഡി ബൈ ഡി എക്സ് ഓഫ് x⁻5 എന്ന് പറഞ്ഞാൽ 5 × x⁻4 വരും. ഈ 5 ഇപ്പുറത്തേക്ക് വരും. ഈ 5നേക്കാൾ ഒരു നമ്പർ കുറയും. അപ്പോൾ എന്ത് വരും? ആൻസർ 4 വരും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഡി ബൈ ഡി എക്സ് ഓഫ് x⁻8. x⁻8 എന്ന് പറയുമ്പോൾ നമ്മുടെ ഫോർമുല അനുസരിച്ച് ഈ 8 നേരെ ഇപ്പുറം വരും അല്ലേ? 8 × x⁻, ഇതിനേക്കാൾ ഒരു പവർ കുറയും, x⁻7 എന്ന് വരും. ദെൻ അനദർ എക്സാമ്പിൾ നോക്കിയേ. ഡി ബൈ ഡി എക്സ് ഓഫ് x⁻9. അപ്പോൾ എങ്ങോട്ട് പോകും? ഈ 9 നേരെ നമ്മുടെ ഫോർമുല അനുസരിച്ച് 9 × x⁻, ഇവിടെ എന്താണോ വരുന്നത് അതിനേക്കാൾ ഒരു നമ്പർ കുറയും. ദാറ്റ് ഈസ് ഈക്വൽ ടു 9 × x⁻8 വരും. ദെൻ അനദർ എക്സാമ്പിൾ നോക്കാം. ഡി ബൈ ഡി എക്സ് ഓഫ് x⁻5/2 എന്ന് വെച്ചോ. അപ്പോഴും അതുപോലെ തന്നെ 5/2 അങ്ങനെ തന്നെ വരും. x⁻, ഈ 5/2 എന്ന് പറയുമ്പോൾ 5 - 2 എടുക്കണം. അപ്പോൾ 3 വരും. ആ 3 മുകളിൽ എഴുതും. ആ /2 തന്നെ 2 അങ്ങനെ തന്നെ എഴുതും. കണ്ടോ? അപ്പോൾ ഓർത്ത് വയ്ക്കുക, 5 - 2 3. ദെൻ ഈ 2 ഡിനോമിനേറ്ററിൻ്റെ 2 അങ്ങനെ തന്നെ എഴുതണം. അപ്പോൾ ഞാൻ ആൻസറായി. അപ്പോൾ നോക്കിയേ, ഡി ബൈ ഡി എക്സ് ഓഫ് x⁻7/2 എന്ന് വെച്ചു. ആൻസർ പറഞ്ഞു നോക്കിക്കേ. 7/2 × 7 ന്ന് 2 കുറച്ചാൽ 5, 2 അങ്ങനെ തന്നെ എഴുതി. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 5/2 വരും. അപ്പോൾ ഏതൊരു പ്രോബ്ലത്തിനകത്തും മുകളിൽ കിടക്കുന്ന പവറിനെ നമുക്ക് നേരെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരാം. ഇത് നമ്മൾ നമ്പർ ആവണമെന്ന് മാത്രം ഒന്നുമില്ല. അപ്പോൾ x⁻a ആണ് വെച്ചോ.
അതിൻ്റെ ഡെറിവേറ്റീവ് എന്തായിരിക്കും? എ ഇൻറ്റു എക്സ് റേസ് ടു എ മൈനസ് 1 ആയിരിക്കും. ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് റേസ് ടു -7 ആണെന്ന് വെച്ചോ, അപ്പോഴും -7 ഇൻറ്റു എക്സ് റേസ് ടു -8 വരും. കാരണം -7 നേരെ ഇപ്പുറത്തേക്ക് പോകുമ്പോൾ എന്താവും? -7 ആവും. ഈ -7നേക്കാൾ ഒരു വാല്യൂ കുറവെന്ന് പറയുമ്പോൾ എന്താ? -8 ആവും അല്ലേ? അങ്ങനെയാണെങ്കിൽ അനദർ എക്സാമ്പിൾ നോക്കി. ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് റേസ് ടു -9 എന്തായിരിക്കും? ഈ -9 ഇപ്പുറത്തേക്ക് പോയി. പിന്നെ -9നേക്കാൾ ഒരു നമ്പർ കുറയുമ്പോൾ എത്രയായിരിക്കും മക്കളെ? -10. ദെൻ ആൻസറായി വളരെ സിമ്പിൾ ആണല്ലേ? ദെൻ അടുത്ത നെക്സ്റ്റ് വൺ, ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് റേസ് ടു -19 എന്ന് വെച്ചാൽ എത്ര വലിയ പവർ വേണമെങ്കിലും വരാം അവിടെ. അപ്പോഴും ആൻസർ എന്നാ? -19 എക്സ് റേസ് ടു -19നേക്കാൾ ഒരു നമ്പർ കുറയുമ്പോൾ എന്ത് വരും? -91 വരും. ഇത് നമുക്ക് ന്യൂമറേറ്റർ ഫംഗ്ഷനാണ്. ഇത് ഡിനോമിനേറ്ററിലേക്ക് വരുമെന്ന് വെച്ചോ, ഡി ബൈ ഡി എക്സ് ഓഫ് 1 ബൈ എക്സ് റേസ് ടു 2 ആണെന്ന് വെച്ചോ. അങ്ങനെ വന്നു കഴിയുമ്പോൾ ഇത് നേരെ നമ്മൾ ഒരു സ്റ്റെപ്പോടെ ചെയ്യണം, എക്സ് റേസ് ടു -2. അതായത് എക്സ്പോണൻഷ്യലിൻ്റെ റൂൾ അനുസരിച്ച് ഡിനോമിനേറ്റർ കിടക്കുന്ന ഒരു ഫംഗ്ഷനെ നമ്മൾ എങ്ങോട്ട് കൊണ്ടുപോകണം? ന്യൂമറേറ്ററിലേക്ക് കൊണ്ടുപോകണം. അങ്ങനെ ന്യൂമറേറ്റർ എത്തുമ്പോൾ ഈ സൈൻ എന്താവും? എന്താണോ സൈൻ, അതായത് നെഗറ്റീവ് ആണെങ്കിൽ അത് പോസിറ്റീവ് ആകും, പോസിറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ് ആകും. അപ്പോൾ ഇതെന്താവും? എക്സ് റേസ് ടു -2. ഇനി എക്സ് റേസ് ടു -3 വാല്യൂ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ആൻസർ -3 കിട്ടി. ദെൻ അടുത്ത് നോക്കുക, ഡി ബൈ ഡി എക്സ് ഓഫ് 1 ബൈ എക്സ് റേസ് ടു 3 ആണെന്ന് വെച്ചോ. അപ്പോൾ ആദ്യം ഫസ്റ്റ് വൺ ഡിനോമിനേറ്റർ കിടക്കുന്ന ഇതിനെ ന്യൂമറേറ്ററിലേക്ക് കൊണ്ടുപോകണം അല്ലേ? എന്തായിരിക്കും? അപ്പോൾ ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് റേസ് ടു -3 വരും. -3യുടെ ഡെറിവേറ്റീവ് എന്ത് വരും? -3 ഇൻറ്റു ഒരു നമ്പർ കുറയുമ്പോൾ എക്സ് റേസ് ടു -4 പറയും. ദെൻ ഡി ബൈ ഡി എക്സ് ഓഫ് 1 ബൈ എക്സ് റേസ് ടു -5 ആണെന്ന് വെച്ചോ. -5 ആണെങ്കിൽ ദ ന്യൂമറേറ്ററിലേക്ക് പോകുമ്പോൾ എന്താവും? ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് റേസ് ടു 5 ആവും. മൈനസ് ആണെങ്കിൽ പോസിറ്റീവ് ആവും, പോസിറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ് ആവും. അപ്പോൾ ദെൻ എന്നിട്ട് നമ്മൾ ഇത് ഏതിൻ്റെ ഫോർമുല കൊടുക്കും? എക്സ് റേസ് ടു എന്നിൻ്റെ കൊടുക്കും. അപ്പോൾ ആൻസർ എന്തായിരിക്കും? 5 ഇൻറ്റു എക്സ് റേസ് ടു 5 എന്ന് പറയുമ്പോൾ ഒരു പവർ പറയും, ദാറ്റ് ഈസ് ഈക്വൽ ടു 4 വരും. ആൻസറായി. ദെൻ അടുത്ത് നോക്കാം, ഡി ബൈ ഡി എക്സ് ഓഫ് 1 ബൈ എക്സ് റേസ് ടു -8/3. അപ്പോഴും അത് നേരെ മുകളിലോട്ട് പോകും. എന്തായിരിക്കും? അപ്പോൾ ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് റേസ് ടു 8/3. നെഗറ്റീവ് എന്താവും? മുകളിലോട്ട് പോകുമ്പോൾ പോസിറ്റീവ് ആവും. ദെൻ ആൻസർ എന്തായിരിക്കും? 8/3യുടെ ആൻസർ വരുമ്പോൾ 8/3 ഇൻറ്റു എക്സ് റേസ് ടു 5/3 വരും. ദെൻ ആൻസർ വളരെ സിമ്പിൾ ആണല്ലേ? നെക്സ്റ്റ് ഇക്വേഷനിലേക്ക് പോകാം. ഡി ബൈ ഡി എക്സ് ഓഫ് എ റേസ് ടു എക്സ്. എ റേസ് ടു എക്സ് എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? എ റേസ് ടു എക്സ് ഇൻറ്റു ലോഗ് എ. എ റേസ് ടു എക്സ്, എ ഒരു കോൺസ്റ്റൻ്റ് ആണ്, എക്സ് ഒരു വേരിയബിളാണ്. അങ്ങനെയാണെങ്കിൽ എ റേസ് ടു എക്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? എ റേസ് ടു എക്സ് ഇൻറ്റു ലോഗ് എ വരും. അങ്ങനെയാണെങ്കിൽ ഇവിടെ നോക്കാം, ഡി ബൈ ഡി എക്സ് ഓഫ് 4 റേസ് ടു എക്സ്. അപ്പോൾ ആൻസർ എന്തായിരിക്കും? 4 റേസ് ടു എക്സ് ഇൻറ്റു ലോഗ് 4 എന്ന് വരും. ദെൻ അനദർ എക്സാമ്പിൾ, ഡി ബൈ ഡി എക്സ് ഓഫ് 5 റേസ് ടു എക്സ് ആണെന്ന് വെച്ചോ. അപ്പോൾ ഈ 5 റേസ് ടു നമ്മുടെ ഈ ക്വസ്റ്റ്യൻ അങ്ങനെ തന്നെ വരും, ഈ 5 റേസ് ടു എക്സ് വരും. പിന്നെ ഇവിടെ ഏതാണോ കോൺസ്റ്റൻറ്റ് വരുന്നത് അത് നമ്മൾ ലോഗ് ചേർത്ത് എഴുതും, ലോഗ് 5. ആൻസറായി കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഡി ബൈ ഡി എക്സ് ഓഫ് 6 റേസ് ടു എക്സ് എന്തായിരിക്കും? ഈ 6 റേസ് ടു എക്സ് അങ്ങനെ തന്നെ വരും, പിന്നെ ലോഗ് 6 വരും. അപ്പം ഈ ക്വസ്റ്റ്യൻ അങ്ങനെ തന്നെ വരും. പിന്നെ ഇവിടെ വരുന്ന കോൺസ്റ്റൻ്റ് ഏതാണോ അത് ലോഗരിതം അങ്ങ് ചേർത്ത് ആൻസറായി. ഡി ബൈ ഡി എക്സ് ഓഫ് 7 റേസ് ടു എക്സ് ആണെന്ന് വെച്ചു. എന്ത് വരും? 7 റേസ് ടു എക്സ് ഇൻറ്റു ലോഗ് 7 വരും. അപ്പം എല്ലാ പ്രോബ്ലത്തിലും സെയിം തന്നെയാണ് വരുന്നത്. അതിപ്പോൾ നമ്മൾ നമ്പർ തന്നെ ആവണമെന്ന് ഒരു നിർബന്ധമില്ല. എ ബി റേസ് ടു എക്സ് ആണെന്ന് വെച്ചോ, എങ്ങനെ എഴുതാൻ പറ്റും? ഈ എ ബി റേസ് ടു എക്സ് അങ്ങനെ തന്നെ വരും. അതായത് നമ്മുടെ ക്വസ്റ്റ്യൻ അങ്ങനെ തന്നെ വരും. പിന്നെ എന്തോടെ വരും? ഇവിടുത്തെ കോൺസ്റ്റൻറ്റ് എ ബി ആണല്ലോ, അപ്പോൾ എന്തോടെ വരും? ലോഗ് എ ബിയോടെ വരും. ദെൻ അനദർ എക്സാമ്പിൾ, ഡി ബൈ ഡി എക്സ് ഓഫ് എ റേസ് ടു എക്സ് ആന്ന് വയ്ക്കുക. അപ്പോൾ അവിടെ വരുന്ന കോൺസ്റ്റൻറ്റ് എന്താ? ഈ ക്വസ്റ്റ്യൻ അങ്ങനെ തന്നെ വരും, എ റേസ് ടു എക്സ്. പിന്നെ എന്തോടെ വരും? ലോഗ് എ ഇയുടെ വരും.
ക്ലിയർ ആയല്ലോ? ഇതേ സാധനം തന്നെ നമുക്ക് d/dx ഓഫ് e⁻x വേറെ ഇക്വേഷനാണ്. e⁻x എന്ന് പറഞ്ഞാൽ എന്താ? e⁻x. അവിടെ ലോഗ് ഇ എന്ന് പറഞ്ഞാൽ വരുന്നുണ്ട്, പക്ഷേ ഈ ലോഗ് ഇയുടെ വാല്യൂ നമുക്ക് 1 ആണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ e⁻x വരുമ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ തന്നെ എഴുതിയാൽ മതി, e⁻x തന്നെ എഴുതിയാൽ മതി. അവിടെ ലോഗ് ഇ എഴുതേണ്ട ആവശ്യമില്ല. ഫോർ എക്സാമ്പിൾ നോക്കുക, d/dx ഓഫ് e⁻x. അവിടെ അപ്പോൾ അതെന്ത് എഴുതിയാൽ മതി? ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? e⁻x എന്ന് എഴുതിയാൽ മതി, ഈ ലോഗ് ഇയുടെ ആവശ്യമില്ല. ക്ലിയർ ആയോ? അപ്പോൾ d/dx ഓഫ് e⁻5x ആണെന്ന് വെച്ചോ. അപ്പോൾ എന്തായിരിക്കും? ഈ ക്വസ്റ്റ്യൻ അങ്ങനെ തന്നെ എഴുതും, 5x ലോഗ് ഇ വേണ്ട. പക്ഷേ ഇവിടെ എക്സിൻ്റെ സ്ഥാനത്ത് കിടക്കുന്ന ഏതാ? 5x ആണ്. അപ്പോൾ ഇൻറ്റു എന്തോടെ വരും? 5 വരും. അങ്ങനെയാണെങ്കിൽ d/dx ഓഫ് e⁻7x എന്തായിരിക്കും? e⁻7x. അപ്പം ഈ എക്സിൻ്റെ സ്ഥാനത്ത് എടുക്കുന്ന നമ്പർ ഏതാ? 7x ആണ്. അപ്പോൾ എന്തോടെ വരും? ഇൻറ്റു 7 വരും. വളരെ സിമ്പിളാണ് അല്ലേ? ഇനി അടുത്ത ഇക്വേഷൻ നിങ്ങൾ കഴിഞ്ഞ വർഷം പഠിക്കാത്ത വേറൊരു ഇക്വേഷനാണ് √x. √xൻ്റെ ഡെറിവേറ്റീവ് 1/2√x ആണ്. √xൻ്റെ ഡെറിവേറ്റീവ് എന്താ? 1/2√x. അത് നമ്മൾ പഠിക്കേണ്ട ഒരു ഫോർമുലയാണ്. പിന്നെ അഡീഷണൽ ആയിട്ട് ഇക്വേഷൻ വരുന്ന നമ്മൾ ബാക്കിയെല്ലാം നിങ്ങൾ സൈനും കോസും സീക്കൊക്കെ പഠിച്ചേക്കണെയാണ്. പിന്നെ അഡീഷണൽ വരുന്ന ഒരു ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഇൻവേഴ്സ് ട്രിഗണോമെട്രി ഫംഗ്ഷനാണ്. ഏതൊക്കെയാണ് പഠിക്കേണ്ടത്? d/dx ഓഫ് tan ഇൻവേഴ്സ് എക്സ്. tan ഇൻവേഴ്സ് എക്സ് എന്ന് പറഞ്ഞാൽ 1/1+s² ആണ്. ഇൻവേഴ്സ് ഫംഗ്ഷനകത്ത് tan ഇൻവേഴ്സ് എക്സ് എന്ന് പറഞ്ഞാൽ 1/1+s² ആണ്. അപ്പം അതോടൊപ്പം തന്നെ അതിൻ്റെ കോട്ട് ഇൻവേഴ്സ് എക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രത്യേകിച്ച് ഫോർമുലയൊന്നും പഠിക്കേണ്ട, ഇതിന് മൈനസ് കൊടുത്താൽ മതി, -1/1+s². കാരണം കോട്ടിന് നമുക്കറിയാം ഡെറിവേറ്റീവിനകത്ത് ക്വസ്റ്റിനകത്ത് സി വന്നാൽ ഫസ്റ്റ് ലെറ്റർ സി ആണെങ്കിൽ ഈ ആൻസറിനകത്ത് മൈനസ് വരും. എല്ലാ ഇക്വേഷനും ഉണ്ട്. കഴിഞ്ഞ വർഷം പഠിച്ച കോസിൻ്റെ സീക്കിൻ്റെ കൊസീക്ക് എക്സിൻ്റെ കോട്ട് എക്സിൻ്റെ ഒക്കെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഫസ്റ്റ് ലെറ്റർ സി ആണെങ്കിൽ ആൻസറിനകത്ത് എന്ത് വരും? മൈനസ് വരും. അതുപോലെ തന്നെ d/dx ഓഫ് സൈൻ ഇൻവേഴ്സ് എക്സ് എന്ന് പറഞ്ഞാൽ 1/√1 - അതിൻ്റെ കോസ് ഇൻവേഴ്സ് എക്സ് വരുമ്പോൾ എന്ത് വരും? കോസ് ഇൻവേഴ്സ് എക്സ് എന്ന് പറഞ്ഞാൽ -1/√1 വരും. അപ്പോൾ സൈൻ ഇൻവേഴ്സ് എക്സിൻ്റെ 1/√1 ആണെങ്കിൽ കോസ് ഇൻവേഴ്സ് എക്സിൻ്റെ എന്തായിരിക്കും? മൈനസ് വരും, -1/√1 വരും. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഇനി നമുക്ക് സീക്ക് ഇൻവേഴ്സ് എക്സിൻ്റെയും കൊസീക്ക് ഇൻവേഴ്സ് എക്സിൻ്റെയും ഡെറിവേറ്റീവിൻ്റെ ഫോർമുല നമ്മൾ ആദ്യമേ കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് അധികം വരണേല, എന്നാലും നമ്മൾ പഠിക്കണം. ഏറ്റവും കൂടുതൽ നമ്മൾ പ്രോബ്ലത്തിൽ വരുന്ന 4 ഇൻവേഴ്സ് ഫംഗ്ഷനാണ് ഏതൊക്കെ? സൈൻ ഇൻവേഴ്സ്, കോട്ട് ഇൻവേഴ്സ്, ടാൻ ഇൻവേഴ്സ്, കോസ് ഇൻവേഴ്സ്. അപ്പോൾ ഈ ഇക്വേഷൻസ് എല്ലാം പഠിക്കണം, നന്നായിട്ട് പഠിക്കണം. അത് വെച്ച് നമുക്ക് ഒത്തിരി പ്രോബ്ലംസ് ഉണ്ട്. സീക്ക് ഇൻവേഴ്സ് എക്സും കൊസീക്ക് ഇൻവേഴ്സ് എക്സും പഠിക്കണം കേട്ടോ. അതുകൂടാതെ ഇതും കൂടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൊടുത്ത് കൂടുതൽ നന്നായിട്ട് പഠിക്കണം. അപ്പോൾ നമ്മുടെ ഇൻട്രഡക്ഷൻ കഴിഞ്ഞു. ഇനി നമുക്ക് സെക്കൻഡ് ഇയറിൻ്റെ ടോപ്പിക്കാണ് ചെയിൻ റൂൾ എന്ന് പറഞ്ഞ ടോപ്പിക്കാണ്. ചെയിൻ റൂളും പ്രോഡക്റ്റ് റൂളും നമുക്കറിയാമെങ്കിൽ നമുക്ക് ചാപ്റ്റർ പഠിച്ചു എന്നാണ് അർത്ഥം കേട്ടോ.